നമസ്തേ. ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളുടെ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ്, ഹിന്ദു പുരാണങ്ങൾ, അതിൽ 18 പുരാണങ്ങളും അങ്ങനെ പല ടെക്സ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് എല്ലാം കൂടെ പുട്ട് ടുഗെദറാണ് ഞാൻ പറയുന്നത്. ഇത് നമ്മളുടെ എൻറ്റയർ ലൈഫ്, ബർത്ത് ഓഫ് ദ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവം, ഒരു മനുഷ്യൻ്റെ പല സൈക്കിൾ ജന്മങ്ങൾ, പുനർജന്മങ്ങൾ, യോഗയിലെ പല 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 ഇപ്പോഴും ആൾക്കാർക്കറിയാൻ വയ്യാത്ത സീക്രട്സ്, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, ആസ്ട്രോളജി, നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡികൾ. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു സ്റ്റഡിയിൽ, വളരെ ലേറ്റസ്റ്റ്, UK ഒരു സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ സൗണ്ടും ഓമിൻ്റെ സൗണ്ടും സെയിം ആണെന്ന്. ഇങ്ങനെയുള്ള കണ്ടുപിടിക്കപ്പെടാത്ത ഇനി ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ ടെക്സ്റ്റുകളിൽ, സ്ക്രിപ്റ്റേഴ്സിൽ ഉണ്ട്. അതുകൂടാതെ തന്നെ സർജറി, ഹീലിംഗ് എന്ന് വേണ്ട എല്ലാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറുതായിട്ട് എല്ലാ പുരാണവും ഒന്നും പറഞ്ഞു പോകാമെന്ന് പറയുന്നത് ഒരു ലൈഫ് തന്നെ വേണം അതിന്. നമുക്ക് 18 പുരാണങ്ങൾ ഒന്ന് ടച്ച് ബേസ് ചെയ്ത് പോവാം. ഇതിനകത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലതും പറയുന്നുണ്ട്. നമ്മളത് ബേസിക് കാര്യങ്ങൾ മാത്രമേ പറയുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഹ്യൂമൻ എംബ്രോളജി, അതിനെപ്പറ്റി തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പരാമർശങ്ങൾ നമ്മളുടെ പുരാണത്തിലുണ്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ തന്നെ പറയണമെങ്കിൽ ഒരു എപ്പിസോഡ് തീരാതെ വരുന്നു. ബേസിക്കായിട്ട് 18 പുരാണങ്ങൾ പറഞ്ഞു പോവുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ 18 പുരാണങ്ങളിൽ തന്നെ നമ്മളുടെ ഭൂമി, അതിൻ്റെ ഷേപ്പ്, നമ്മളുടെ യൂണിവേഴ്സിൻ്റെ ഷേപ്പ്, ബ്രഹ്മാണ്ടം എന്നുള്ള ആ ഒരു ഷേപ്പിനെ പറ്റി, അതിൻ്റെ കൺസെപ്റ്റിനെ പറ്റി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. എങ്ങനെ ഒരു ശബ്ദമുണ്ടാകുന്നു, ഹൗ എ സൗണ്ട് ഈസ് ഫോംഡ്. ടെലസ്കോപ്പും GPS ഒന്നുമില്ലാത്ത കാലത്ത് നമ്മളുടെ ഭൂമിയുടെ കോണ്ടിനെൻറ്റ്സ് അടക്കമുള്ള ജിയോഗ്രാഫി പറഞ്ഞിരുന്നു. ഈ ജംബൂദ്വീപവും ഇതെല്ലാം അതിൻ്റെ ഒരു ഭാഗമാണ്. ഇപ്പോഴും കേരളത്തിലെ ഉള്ളില്ലാത്തത്. നമ്മളിപ്പോൾ ഒരു പൂജയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ആ GPS ലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ജംബൂദ്വീപ് ഭരതവർഷേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ ഏരിയ ലൊക്കേറ്റ് ചെയ്തിട്ടാണ് പൂജ ചെയ്യുന്നത്. കേരളത്തിലൊന്നും ഇത് കേട്ടുകേൾവി പോലും ഉണ്ടാകത്തില്ല. എല്ലാവർക്കും അല്ല, ചില ആൾക്കാർ. അപ്പോൾ അത് ജോഗ്രാഫി, പല പ്രോഫസീസ്. ചില ആൾക്കാരൊക്കെ ചെറിയ പ്രോഫസീസിൻ്റെ ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിച്ചൊക്കെ പോകുന്ന കാണാം. വെതർ നമ്മളുടെ ഉള്ളിലുള്ള, നമ്മളുടെ ബാക്ക് യാർഡിലുള്ള പ്രോഫസീസിനെ പറ്റി ആർക്കും നോളജ് ഇല്ല. സെൽഫ് റിയലൈസേഷനെ പറ്റിയുള്ള ഡീറ്റെയിൽ സ്റ്റഡി, സോളിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഉത്ഭവവും അതിൻ്റെ ആ ഒരു ട്രാൻസിഷനും ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ 18 പുരാണം എന്ന് പറയുന്നത് അതൊരു സ്റ്റോറി മാത്രമല്ല. എല്ലാവരും അങ്ങനെയാണ് വിചാരിക്കുന്നത്. അതൊരു സിവിലൈസേഷൻ്റെ ഒരു ഗൈഡ് ലൈനാണ്. അതൊരു കൾച്ചറിൻ്റെ ഒരു ഗൈഡ് ലൈനാണ്. സ്പിരിച്വൽ
എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു സപ്പോർട്ടാണ്. നമുക്കിന്ന് 18 ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആദ്യം നമുക്ക് ബ്രഹ്മപുരാണത്തിലേക്ക് പോവാം. ബ്രഹ്മപുരാണം കൂടുതലും പറഞ്ഞു വരുന്നത് ക്രിയേഷൻ്റെ ഒരു 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 ഉത്ഭവം, അതായത് ഈ ഭൂമിയുടെയും യൂണിവേഴ്സിൻ്റെയൊക്കെ ഉത്ഭവത്തിനെ പറ്റി പരാമർശിച്ചാണ് ബ്രഹ്മപുരാണം കൂടുതലും ക്യാപ്ചർ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് എങ്ങനെ യൂണിവേഴ്സ് ഉണ്ടായി, ഈ കോസ്മോളജി, ഈ പ്രാപഞ്ചികമായിട്ടുള്ള നമ്മൾ ഈ കാണുന്ന എല്ലാ എൻറ്റിറ്റീസും എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു, അതോടൊപ്പം തന്നെ സമയം എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു പല പല സൈക്കിളായിട്ട്. അത് മന്വന്തരാസ് ഉണ്ടാവാം, കൽപ്പാസ് ഉണ്ടാവാം, അങ്ങനെ. അപ്പോൾ ചില സൈക്കിൾ എന്ന് പറയുന്നത് ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് ആയിരിക്കും. ആ മില്യൺസ് ഓഫ് ഇയേഴ്സ് നമ്മളുടെ ഭൂമിയിലുള്ള 5 സെൻസസിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ടൈമും ഡിഫറെൻ്റാണ്. ദേവന്മാരുടെ ചിലപ്പം ഒരു ദിവസമായിരിക്കും നമ്മളുടെ എത്രയോ വർഷങ്ങൾ എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ പുരാണത്തിൽ നിന്ന് തന്നെ റെഫറൻസ് എടുത്തിട്ടാണ് ഇപ്പോഴുള്ള സയൻറ്റിസ്റ്റ് ഇത് ശരിയാണെന്ന് ഇതിൽ നിന്ന് ശരിയാണെന്നൊന്നും പറയുന്നില്ല, ഇപ്പോഴും പറയുന്നില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഹിന്ദു ടെക്സ്റ്റുമായിട്ട് സാമ്യമുണ്ടെന്നേ പറയുള്ളൂ. ക്രെഡിറ്റ് എന്നാലും അവിടെ പോകും. ഏറ്റവും കാര്യങ്ങൾ നമ്മളുടെ ടെക്സ്റ്റിൽ നിന്ന് പോയിട്ടുള്ളതാണ്, ഇൻക്ലൂഡിങ് ആറ്റമിക് ബോംബ്. അതൊക്കെ വേറൊരു സബ്ജക്റ്റ് വേറൊരു എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ കോസ്മിക് ടോൺ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. ഏൻഷ്യൻ വേൾഡിലുള്ള ജോഗ്രാഫി പറയുന്നു. ജംബൂദ്വീപും ഭാരതവർഷവും ഏഷ്യയുടെ താഴെയുള്ള സ്ഥലങ്ങളും യൂറോപ്പും അതെല്ലാം കൃത്യമായിട്ട് ബ്രഹ്മപുരാണത്തിൽ പറയുന്നുണ്ട്. പിന്നെ സാഖ്യയോഗയെ പറ്റി, സാഖ്യയോഗ എന്നൊക്കെ പറയുന്നത് അതൊരു വേറൊരു ലോകം തന്നെയാണ്. പിന്നെ അതിനകത്ത് പല പല ഫിലോസഫികൾ പറയുന്നത്, പല പല ഫിലോസഫി. കപില മഹർഷി എങ്ങനെയാണ് നമ്മളുടെ ഈ പ്രപഞ്ചം ഒരു സ്പിരിച്വൽ റൺസിൽ നിന്നും ഒരു മെറ്റീരിയൽ റൺസിലും, അതായത് ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിൽ നിന്നും ഒരു മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള തലങ്ങളും തമ്മിൽ എങ്ങനെ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്നു, അതിൻ്റെ ട്രാൻസിഷൻ എങ്ങനെയാണ്, ഒരു സോളിനെ എങ്ങനെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ കടത്തിവിട്ട് ആ സോളിൻ്റെ എക്സ്പാൻഷൻ സംഭവിപ്പിക്കുന്നു, ഇതിനെപ്പറ്റിയൊക്കെയുള്ളൊരു ഡീറ്റെയിൽഡ് സ്റ്റഡിയും ബ്രഹ്മപുരാണത്തിലുണ്ട്. അതോടൊപ്പം തന്നെ പിതൃക്കൾക്ക് എങ്ങനെ റിച്വൽസ് ചെയ്യാം, അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ പുരാണത്തിലും അത് പറയുന്നുണ്ട്. പിതൃക്കൾക്ക് എങ്ങനെ റിച്വൽസ് ചെയ്യണം. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം ഇമ്പോർട്ടൻസ് പിതൃ റിച്വൽസിനുണ്ട്. നമ്മൾ ഈ മാടൻ്റെയും ഒടിയൻ്റെയൊക്കെ പുറകെ പോകുന്നതിന് പകരം പിതൃക്കൾക്ക് നിങ്ങൾ റിച്വൽസ് ചെയ്യും. അത് എല്ലാ പുരാണത്തിലും എനിക്ക് തോന്നുന്നു അത് പരാമർശിച്ചിട്ടില്ലാത്ത സ്ക്രിപ്റ്റേഴ്സ് ഹിന്ദുസത്തിലില്ലാന്ന് തോന്നുന്നു. അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് പിതൃ റിച്വൽസിന് കൊടുത്തിട്ടുണ്ട്. പിതൃക്കൾക്കൊരു സെപ്പറേറ്റ് ലോകം തന്നെ ഉണ്ട്, പിതൃലോകം.
പിതൃക്കളാണ് നിങ്ങളെ മരിക്കുമ്പോഴും ജനിക്കുമ്പോഴും ഒരു ബ്രിഡ്ജ് പണിത് നിങ്ങളെ ഈ ഒരു ഭൂമിയിലെ ഒരു പോർട്ടലിലേക്ക് നിങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് പത്മപുരാണത്തിലേക്ക് പോകാം. ഈ പത്മപുരാണത്തിന് പല ദൈവങ്ങളുടെയും ഋഷീശ്വരന്മാരുടെയും പല പല പുണ്യസ്ഥലങ്ങളെയും ഗോഡസ് ലക്ഷ്മി, അതായത് ലക്ഷ്മി ദേവിയുടെ ഉത്ഭവത്തിനെ പറ്റി ഒക്കെ പ്രതിപാദിക്കുന്നു. ലക്ഷ്മി ദേവി അറിയാം, ലക്ഷ്മി ദേവി ഒരു സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ള, താമരയിൽ പൊങ്ങി വന്നിട്ടുള്ള എന്നൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽ സിംബോളിഫിക്കേഷൻ, അത് ഗോഡസ് ഓഫ് ഫോർച്യൂൺ അല്ലെ പ്രോസ്പെറിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളും ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പല പല സിറ്റികൾ, ഇപ്പോൾ ഭൂമിയിലുള്ള പല സിറ്റികൾ, വാരണാസി, കേദാർനാഥ്, അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും അതിൻ്റെ പല പല റെംസ്, പല പല ലോകങ്ങളുമായിട്ടുള്ള കണക്ടിവിറ്റിയും ഒക്കെ പ്രതിപാദിക്കുന്നു. അവിടെയൊക്കെ തീർത്ഥാടനം ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങളെപ്പറ്റിയും പ്രതിപാദിക്കുന്നു. രാമായണത്തിലെ പല പല കാര്യങ്ങൾ, രാമായണത്തിലെ ഓരോരോ സിംബോളിക് റെപ്രസെൻറ്റേഷൻ, രാമായണത്തിലെ ഒരുപാട് മിസ്സിങ് ആയിട്ടുള്ള സ്റ്റോറികൾ, ശരിക്കും വാൽമീകി രാമായണത്തിൽ ഇല്ലാത്ത പല മിസ്സിങ് ആയിട്ട് ഉള്ള സ്റ്റോറികളെല്ലാം പത്മപുരാണത്തിൽ കാണാം. പത്മപുരാണവും ഈ ഏകാദശി വ്രതത്തിൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ മനുഷ്യരിലുണ്ട് എന്നുള്ള ഒരു റെവലേഷനും പത്മപുരാണത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു ഡിവോഷനിലൂടെ, ഏകാദശി വ്രതം അങ്ങനെയൊക്കെയുള്ള ഡിവോഷനിലൂടെ എങ്ങനെ ഒരാൾക്ക് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷനിൽ എങ്ങനെ കരകയറാം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്, എക്സാമ്പിൾ സഹിതം. അതായത് ഒരു താമര എങ്ങനെ ഒരു ചെളിവെള്ളത്തിൽ അല്ലെങ്കിൽ ഒരു ചേറിനകത്തു നിന്ന് വളർന്നു വരുന്നുവോ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഡിഫിക്കൽറ്റീസിനെ ബ്രേക്ക് ചെയ്ത് ഉയരാൻ പറ്റും എന്ന് സിംബോളിക്കായിട്ട് റെപ്രസെൻറ്റേഷൻ തന്നെ കൊടുത്ത് പറയുന്നുണ്ട്. അടുത്ത നമുക്ക് വിഷ്ണു പുരാണത്തിലേക്ക് പോകാം. വിഷ്ണു പുരാണം എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രപഞ്ചത്തിൻ്റെ ഒരു ഘടികാരം എന്ന് വേണേൽ പറയാം. എങ്ങനെ ടൈം പല ഘട്ടങ്ങളിലും പല റെംസുകളിലും അളക്കാം എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നു. അത് ആക്യുറസി എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൻ്റെ എത്രയോ ഒരു ഡിവിഷൻ, ഒരു സെക്കൻഡിൽ 1000 ഡിവിഷൻ മുതൽ ഒരു യുഗങ്ങളും വരെയും അല്ലെങ്കിൽ ഒരു കൽപ്പാസ് വരെയും ഉള്ള കണക്കുകളും ഒരു മനുഷ്യൻ്റെ ഭൂമിയിലുള്ള ലൈഫ് സ്പാനും അത് മറ്റുള്ള മന്വന്തരങ്ങളിൽ നിന്നും യുഗാസിൽ നിന്നും കൽപ്പാസിൽ നിന്നും എങ്ങനെ കമ്പയർ ചെയ്ത് കാണിക്കുന്നു, ഇതെല്ലാം ഉണ്ട്. അതായത്
അതിൽ പറയുന്നത് മനുഷ്യൻ്റെ ഭൂമിയിലുള്ള അവൻ്റെ ഈ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കണ്ണടച്ച് തുറക്കുന്ന പോലെയാണ്. അത്രത്തോളം സില്ലിയാണ് നമ്മളുടെ ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത്. വെൻ കമ്പയർഡ് ടു അതർ ലൈഫ്, വെൻ കമ്പയർഡ് ടു അതർ ക്രിയേഷൻ, വെൻ കമ്പയർഡ് ടു അതർ സ്ട്രക്ചർ. വിഷ്ണു പുരാണത്തിൻ്റെ വിഷ്ണു എങ്ങനെയാണ് യൂണിവേഴ്സിനെ പ്രിസർവ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഉണ്ട്.